ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കേരളത്തിലെ ഫെസ്റ്റിവൽസുമായി ബന്ധപ്പെട്ട ഒരു PSC ചോദ്യം ഒന്ന് വിശകലനം ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ വെറുതെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പഠിക്കുകയല്ല ഇന്ന് ചെയ്യുന്നത്. മറിച്ച് ഒരു ചോദ്യത്തെ എങ്ങനെ സ്മാർട്ടായിട്ട് സമീപിക്കാം, എങ്ങനെ വളരെ എളുപ്പത്തിൽ ശരിയായ ഉത്തരത്തിലേക്ക് എത്താം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെക്കുറിച്ച് തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. സ്റ്റേറ്റ്മെന്റ് 1. തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ഇത് ആഘോഷിക്കുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് 2. ഓണം. കേരളത്തിന്റെ ദേശീയോത്സവമാണ്. സ്റ്റേറ്റ്മെന്റ് 3. വിഷു. പുതുവർഷാരംഭത്തെയും പ്രകൃതിയുടെ ഉണർവിനെയും സൂചിപ്പിക്കുന്നു. ഇനി ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 മാത്രം ശരി. രണ്ടാമത്തേത് എല്ലാം ശരിയാണ്. മൂന്നാമത്തേത് സ്റ്റേറ്റ്മെന്റ് 2 മാത്രം. നാലാമത്തേത് സ്റ്റേറ്റ്മെന്റ് 3 മാത്രം. ശരി, അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റും എടുത്തു പരിശോധിക്കാം അല്ലേ? ആദ്യം തന്നെ സ്റ്റേറ്റ്മെന്റ് 1ലേക്ക് പോകാം. തിരുവാതിര. നോക്കൂ, തിരുവാതിരയെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആഘോഷിക്കുന്നു. ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 അത് കറക്റ്റാണ്, ഒരു സംശയമില്ല. ഓക്കെ, ഒന്നാമത്തത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഓണത്തെക്കുറിച്ചാണ്. ഓണം കേരളത്തിന്റെ ദേശീയോത്സവമാണ്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ചൊരു PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആൾക്ക്. സോ ഈ സ്റ്റേറ്റ്മെന്റും എന്തായാലും ശരിയാണ്. ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി പറയാം. 1961 ഓണത്തെ നമ്മുടെ ദേശീയോത്സവമായിട്ട് ഒഫീഷ്യലി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു സംശയത്തിനും ഇടയില്ല, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അത് ആബ്സല്യൂട്ട്ലി കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ 1ഉം 2ഉം ശരിയായി. ഇനി നമുക്ക് അവസാനത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. വിഷുവിനെക്കുറിച്ചാണ് പറയുന്നത്. വിഷുവിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? പുതുവർഷത്തിന്റെ ആരംഭം, പ്രകൃതിയുടെ ഉണർവ്, ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. മേടം 1 വിഷു അല്ലേ? അത് നമ്മുടെ ഒരു കാർഷിക പുതുവർഷ ആരംഭം തന്നെയാണ്, പ്രകൃതി ഉണരുന്ന ഒരു സമയം. സോ ഈ പറയുന്ന കാര്യവും ശരിയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ്. അപ്പോൾ നോക്കിക്കേ, നമ്മളിപ്പോൾ പരിശോധിച്ചപ്പോൾ 1ഉം 2ഉം 3 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റാണ്. അതിന്റെ അർത്ഥം ഓപ്ഷൻ ബി, അതായത് എല്ലാം ശരിയാണ് എന്നതാണ് ഉത്തരം. പക്ഷേ ഒരു മിനിറ്റ്, എക്സാം ഹാളിൽ ഇത്രയും സമയമെടുത്ത് ഓരോന്ന് നോക്കിയിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് സ്മാർട്ടായിട്ട് ചെയ്യുന്നത്? ഇനിയാണ് ഈ വീഡിയോയുടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഭാഗം വരുന്നത്. നമുക്കിനി സ്മാർട്ടായിട്ട് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ഈ ഉത്തരത്തിലേക്ക് ചാടിക്കയറാം എന്ന് നോക്കാം. ഓക്കെ, റെഡിയല്ലേ? സ്റ്റെപ്പ് 1. ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സിൽ നിങ്ങൾക്ക് 100% ഉറപ്പുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരെണ്ണം പിടിക്കുക. മിക്കവാറും പേർക്ക് അത് ഓണം കേരളത്തിന്റെ ദേശീയോത്സവമാണ് എന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ശരിയല്ലേ? സ്റ്റെപ്പ് 2. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് ശരിയാണ്, നമുക്ക് ഉറപ്പായി. ഇനി ആ 2 ഇല്ലാത്ത ഓപ്ഷൻസ് ഒക്കെ വെട്ടിക്കളയാം. ഏതൊക്കെയാണത്? ഓപ്ഷൻ എയിൽ 2 ഇല്ല, ഓപ്ഷൻ ഡിയിലും 2 ഇല്ല. അപ്പോൾ ആ 2 എണ്ണം പോയി. സ്റ്റെപ്പ് 3. ഇപ്പൊ നോക്കിയേ, നമ്മുടെ കയ്യിൽ ആകെ 2 ഓപ്ഷനുകളെ ബാക്കിയുള്ളൂ, ബിയും സിയും. 50-50 ചാൻസിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സ്റ്റെപ്പ് 4. ഇനി ഏതെങ്കിലും ഒരെണ്ണം കൂടി ശരിയാണോ എന്ന് നോക്കിയാൽ മതി. നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് തിരിച്ചുപോകാം. തിരുവാതിര ധനുമാസത്തിലാണ്, അത് ശരിയാണെന്ന് നമുക്കറിയാം. സ്റ്റെപ്പ് 5. കഴിഞ്ഞു. 1ഉം 2ഉം ശരിയായി വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി മാത്രം. കണ്ടോ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കൊരു പക്ഷേ സംശയം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആദ്യത്തെ 2 എണ്ണം വെച്ച് നമ്മൾ ഉത്തരത്തിലെത്തി. ഇതാണ് സ്മാർട്ട് വേ എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ നിന്നുള്ള ടേക്ക് അവേ എന്താണ്? ശരിയായ ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്കെപ്പോഴും എല്ലാം അറിഞ്ഞിരിക്കണമെന്നില്ല. പക്ഷേ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെ സ്മാർട്ടായി ഉപയോഗിക്കണമെന്നറിഞ്ഞിരിക്കണം. അതാണ് കാര്യം. അപ്പോൾ ഇതുപോലെ സ്മാർട്ടായിട്ട് ഓരോ ചോദ്യത്തെയും നേരിട്ട് ആ സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്കെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.